നമസ്കാരം. ലക്ഷ്മി നാരായണ പ്രീതിയുള്ള വീടുകളിൽ ധാരാളമായി തുളസി വളർന്ന് വരുന്നതാകുന്നു. ലക്ഷ്മി ദേവിയുടെ പ്രതീകം തന്നെയാണ് തുളസി. ലക്ഷ്മി ദേവിയുടെ മുടിയാണ് തുളസി എന്നാണ് വിശ്വാസം. നിത്യവും തുളസി തലയിൽ ചൂടുന്നത് പോലും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. പ്രത്യേകിച്ചും വർഷത്തിന്റെ അവസാന സമയങ്ങളിൽ ഈ ലക്ഷണങ്ങൾ തുളസി പ്രകടിപ്പിക്കുകയാണ് എങ്കിൽ പുതുവർഷത്തിൽ നിങ്ങൾക്ക് ഈ സൗഭാഗ്യങ്ങൾ തേടിയെത്താം. അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് ഈ കാര്യങ്ങൾ തേടിയെത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. തുളസി നൽകുന്നതായ ആ ശുഭ സൂചനകൾ ഇപ്രകാരമാണ്. ഇതിൽ ഒരു ലക്ഷണമെങ്കിലും തുളസി നൽകുകയാണ് എങ്കിൽ തീർച്ചയായും പുതുവർഷത്തിൽ ഇരട്ടിയായി തന്നെ സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് തേടിയെത്താം. അഥവാ ഈ പുതുവർഷത്തിൽ അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് ഇരട്ടിയായി തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ആ ലക്ഷണങ്ങൾ ഇപ്രകാരമാകുന്നു. തുളസിയുടെ നിറത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പച്ച നിറത്തിൽ വളരുന്നത് ഏറ്റവും ശുഭകരമായാണ് കണക്കാക്കുക. എപ്പോഴും വീടുകളിൽ സന്തോഷം നിറയും എന്നും പുതുവർഷത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ധാരാളമായി വീടുകളിൽ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ആ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലാൻ പോകുന്നു എന്നും അർത്ഥമാക്കാം. പ്രശ്നങ്ങൾ, വിഷമങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുകയും സമാധാനപൂർണമായ കാര്യങ്ങൾ സമാധാനം തന്നെ കൈവരിക്കുവാൻ സാധിക്കുന്നു എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കൂടാതെ തുളസിയെ നിങ്ങൾ പരിചരിക്കാതെ തന്നെ വളരുകയാണ് എങ്കിൽ, ധാരാളമായി വളരുകയാണ് എങ്കിൽ അത് ലക്ഷ്മി കടാക്ഷത്തെ സൂചിപ്പിക്കുന്നു. അഥവാ ആ വീടുകളിൽ ലക്ഷ്മി നാരായണ കടാക്ഷം ഉണ്ട്. അതിനാൽ കൂടി ഈ കാര്യങ്ങൾ വളരെ വേഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ അർത്ഥമാക്കാം. ഭാവിയിൽ നിങ്ങൾക്ക് ഐശ്വര്യങ്ങൾ പ്രതീക്ഷിക്കാം. അതിനാൽ പുതുവർഷത്തിൽ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്നതാണ്. എന്നാൽ തുളസി വാടി പോവുകയാണ് എങ്കിൽ നിങ്ങളുടെ വീടുകളിൽ നട്ടു വളർത്തുന്നതായ തുളസികൾ എല്ലാം തന്നെ ഇപ്രകാരം വാടിപ്പോകുന്നതായ അവസരങ്ങളുണ്ട് എങ്കിൽ കുടുംബാംഗങ്ങൾക്ക് അപകടങ്ങൾ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് രോഗദുരിതങ്ങൾ, പ്രയാസങ്ങൾ, മനസ്സിനെ അലട്ടുന്നതായ ചില വിഷമങ്ങൾ കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. രോഗദുരിതങ്ങൾ വന്നു ചേരാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത പുതുവർഷത്തിൽ കൂടുതലാണ് എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ തന്നെ തീർച്ചയായും ലക്ഷ്മി നാരായണ പ്രീതി വരുത്തേണ്ടതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ധാരവഴിപാടും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തേണ്ടത് ഉത്തമം തന്നെയാകുന്നു. അല്ലെങ്കിൽ അത് അനിവാര്യമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ലക്ഷ്മി നാരായണന്മാരെ നിത്യവും ഭജിച്ച് മുന്നോട്ട് പോവുക. അതിനാൽ നിങ്ങളുടെ വീടുകളിൽ തുളസികൾ എല്ലാം ഇപ്രകാരം വാടി പോവുകയാണ് എങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഉണങ്ങി പോകുന്നതായ അവസ്ഥയാണ് ഉണ്ടാവുക. പരിപാലിച്ചാലും, അതായത് നിങ്ങൾ വളരെയധികം പരിപാലിക്കുന്നതായ തുളസി ചെടി ഉണങ്ങി പോവുകയാണ് എങ്കിൽ അത് ഏറ്റവും ദോഷകരമായ ഒരു കാര്യമാകുന്നു. ആ വീടുകളിൽ ദാരിദ്ര്യം വർദ്ധിക്കാൻ പോകുന്നതിന്റെ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ധനപരമായ പ്രയാസങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. കൂടാതെ ഗൃഹനാഥന് വളരെയധികം ദോഷകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഗൃഹനാഥയുമായി ബന്ധപ്പെട്ട് ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനയായി പരാമർശിക്കുവാൻ സാധിക്കും. അതിനാൽ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മറ്റൊന്ന് ഇലകളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ സാധിക്കുന്നതായ ലക്ഷണമാകുന്നു. ഇലകളുടെ നിറം മാറുന്നത് അത്ര ശുഭകരമല്ല എന്ന കാര്യം ഓർക്കുക. ദുഷ്കർമ്മങ്ങൾ ആ വീടുകളിൽ ആരോ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും അതിനാൽ നെഗറ്റീവായ ഊർജത്താൽ ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരേണ്ടതായ ശുഭകരമായ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഇതിനാൽ നെഗറ്റീവായ ഊർജം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നും അത് ദോഷകരമായി ഭവിക്കാൻ പോകുന്നു. പല കാര്യങ്ങളിലും നെഗറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. തിരിച്ചടികളാണ് വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതൽ എന്ന കാര്യം ഓർക്കുക. കൂടാതെ തുളസിയിൽ ഇപ്രകാരം കാണപ്പെടുന്നത്, അതായത്
എന്ത് ചെയ്താലും തുളസി വളർന്നു വരാത്തതായ ഒരു സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരം തന്നെയാകുന്നു. എന്നാൽ നല്ല ആരോഗ്യത്തോടെയുള്ള ഇലകളാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ്. തുളസിയിൽ കാണപ്പെടുന്നത് ആ വീടുകളിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും കടന്നു വരാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്താം. സാമ്പത്തിക ഉയർച്ച, സാമ്പത്തിക പരാധീനതകൾ ഒഴിഞ്ഞ് സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. അതിനാൽ ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണമാണ് എന്ന് തന്നെ പരാമർശിക്കാം. മറ്റൊന്ന് പിതൃദോഷവുമായി ബന്ധപ്പെട്ട സൂചനകളാണ് പരാമർശിക്കാനായി പോകുന്നത്. നട്ട് പരിപാലിക്കുമ്പോൾ 2-3 ദിവസങ്ങൾ കൊണ്ട് തന്നെ വാടുകയോ ഉണങ്ങി പോവുകയോ ചെയ്യുകയാണ് എങ്കിൽ കാര്യങ്ങൾ അനുകൂലമല്ല എന്ന് തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ ഭവനങ്ങളിൽ പ്രത്യേകിച്ചും പിതൃദോഷമുണ്ട് എന്നും അതിനാൽ പിതൃദോഷവുമായി ബന്ധപ്പെട്ട ചില അനുകൂലമല്ലാത്തതായ കാര്യങ്ങൾ, സന്താനങ്ങൾക്ക് ഉയർച്ചയില്ലാത്തതായ അവസ്ഥ, വിവാഹം, പഠനം തുടങ്ങിയ കാര്യങ്ങൾ തടസ്സങ്ങളാൽ നീണ്ടു പോവുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ തടസ്സങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി വരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ സംഭവിക്കാം. അതിനാൽ പിതൃപ്രീതി വരുത്തേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അതിനാൽ ഈ കാര്യത്തിനും പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. ഒന്നിലധികം തുളസികൾ വീടുകളിൽ വളർന്നു വരികയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ്. കർമ്മരംഗത്ത് ഉയർച്ച, സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ശരിയായ രീതിയിൽ പരിപാലിക്കുക എന്നതാണ് വാസ്തവം. അതിനാൽ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ഇരട്ടിയായി തന്നെ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്താം. ഒന്നിലധികം തുളസികൾ വീടുകളിൽ വളർന്നു വരികയാണ് എങ്കിൽ അത് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്താലും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങളിൽ കൂടി കൊള്ളുന്നതിനാലാണ് എന്ന കാര്യവും ഓർക്കുക. കൂടാതെ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ ഐശ്വര്യവും സമൃദ്ധിയും ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നും ഭഗവാൻ ഇതിലൂടെ അർത്ഥമാക്കുന്നതാണ്. അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം. വീടിന്റെ പല ഭാഗങ്ങളിലായി ഇപ്രകാരം ധാരാളമായി തുളസി വളർന്നു വരുന്നു എന്നതാണ് വാസ്തവം. തുളസിക്ക് സുഗന്ധവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കുവാൻ സാധിക്കും. തുളസിയുടെ സുഗന്ധം വീടുകളിൽ നിറയുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം. ഇത് ഉയർച്ചയെ, നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ തീർച്ചയായും വിഷ്ണു ഭഗവാനെ നിങ്ങൾ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. വിഷ്ണു പ്രീതിയെ അഥവാ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്തെ, ലക്ഷ്മി നാരായണ കടാക്ഷത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നും അതിനാൽ ഈ വർഷം, അതായത് 2025 എന്ന വർഷം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ അനുകൂലമായി തീരാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. സന്തോഷവും സന്താന സൗഖ്യവും സന്താന ഭാഗ്യവും വന്നു ചേരാം. വിദ്യയിൽ ഉയർച്ച നേടാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ തീർച്ചയായും സുഗന്ധം, തുളസിയുടെ സുഗന്ധം നിങ്ങളുടെ വീടുകളിൽ ധാരാളമായി നിങ്ങൾക്ക് അത്തരം ഗന്ധം അനുഭവിക്കുവാൻ സാധിക്കുന്നു, വീടുകളിൽ നിറയുന്നു എങ്കിൽ ഏറ്റവും ശുഭകരമാണ്. ഞാൻ ഈ പരാമർശിച്ച ലക്ഷണങ്ങൾ കാണുകയാണ് എങ്കിൽ തീർച്ചയായും ലക്ഷ്മി നാരായണ പ്രീതി നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. എന്നാൽ ദോഷകരമായ കാര്യങ്ങളാണ് കാണുന്നത് എങ്കിൽ ഭഗവാനെ ഭജിച്ച്, പ്രത്യേകിച്ചും ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ ഈ വർഷം നിങ്ങൾക്ക് അനുകൂലമായി തീരും.